എല്ലാവരും പറയുന്നത് എപ്സ്റ്റീൻ ഫയൽസിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ക്രൂരതകളൊക്കെ നടക്കുന്നത് സേറ്റൻ വർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയാണ്. പക്ഷേ അതല്ലാതെ ഒരു പാരലൽ കോൺസ്പിറസി തിയറി നടക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് സേറ്റനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ചില ടൈപ്പ് ഓഫ് അന്യഗ്രഹ ജീവികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗ്രഹത്തിലുള്ളവരെ തന്നെ സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് ഈ കണ്ട ഗ്രഹത്തിൽ കിടക്കുന്ന ജീവികളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. 5 വർഷം മുമ്പ് എപ്സ്റ്റീൻ ഫയലിലെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വിശ്വസിക്കാതെ ഒന്നും ഇരിക്കില്ല. പക്ഷെ അന്നും ഇന്നും ഇതിനെപ്പറ്റി ഘോരം പ്രസംഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, കോൺസ്പിറസി തിയറിസ്റ്റ്സ്. ബേസിക്കലി ഭൂമിയിൽ നമ്മൾ മനുഷ്യരുള്ള പോലെ മറ്റ് ഗ്രഹങ്ങളിലും ജീവികളുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ അന്യഗ്രഹ ജീവികൾ. അതിൽ നല്ല അന്യഗ്രഹ ജീവികളുണ്ട്, ചീത്ത അന്യഗ്രഹ ജീവികളുണ്ട്. അതിൽ ഈ മോശം പിടിച്ച ചില അന്യഗ്രഹ ജീവികൾ നമ്മളുടെ പല ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ പവർഫുൾ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് കമ്പനി ഉണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം എന്തെങ്കിലും ഒരിക്കൽ ഭൂമിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുന്ന കുറച്ച് പേര് എന്ത് ചെയ്യും? അവരെവിടെ താമസിക്കും? അവരടുത്ത് കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ഗ്രഹം ഉണ്ടോ എന്ന് നോക്കുമല്ലേ. അതേപോലെ ഈ നോക്കി വരുന്നവരാണ് ഈ അന്യഗ്രഹ ജീവികളെന്നാണ് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ അബദ്ധവശാൽ ഭൂമിയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ജനങ്ങൾ, ഇവിടെ ഉള്ളവരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. അപ്പോൾ പിന്നെ അവരെങ്ങനെ ഇവിടെ വന്ന് ജീവിക്കും കുടുംബവും കുട്ടികളുമായിട്ട്? അപ്പോൾ അവർ വിചാരിക്കും ഈ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഇതിനകത്ത് ജീവിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ വിചാരിക്കും എന്നാൽ പിന്നെ കുറച്ച് പേരെയൊക്കെ നമുക്ക് കൊന്നുകളയാം അറിഞ്ഞിട്ടാണ് ഈ കൊറോണ പോലുള്ള ഈ വൈറൽ രോഗങ്ങളും അല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനെയൊക്കെയുള്ള പല നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഒരു കോൺസ്പിറസി തിയറി. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധാരണ ഏലിയൻ എന്നുള്ള നിലയിൽ അയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിവിടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ ഒത്തുപോകണമല്ലോ. അപ്പോഴത്തേക്ക് അതിന് വേണ്ടി അവർ ഹൈബ്രിഡുകളെ ഉണ്ടാക്കും. അതായത് പകുതി മനുഷ്യൻ പകുതി ഏലിയൻ, അങ്ങനെ ഹൈബ്രിഡ് കുട്ടികളെ ഉണ്ടാക്കും. അപ്പോൾ അതിന് ഈ ഏലിയൻ അബ്ഡക്ഷൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെയൊക്കെ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും ഏലിയൻസ് വന്ന് അവരുടെ ഒരു മറ്റേ പറക്കും തളി പോലത്തെ സാധനമില്ലേ, അപ്പോൾ ഈ ഉറങ്ങി കിടക്കുന്ന ആൾക്കാരെയൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന് അവർ ആകാശത്തൊക്കെ കൊണ്ടുപോയി അവരുടെ DNA ഒക്കെ എടുത്ത് അവരുടെ സെൽസൊക്കെ എടുത്ത് അതും പിന്നെ നമ്മുടെ ഏലിയൻസിൻ്റെ DNA അതൊക്കെ വെച്ച് മിക്സ് ചെയ്ത് ഇവർ കുട്ടികളെ ഉണ്ടാക്കുന്നു എന്നാണ് ഒരു കോൺസ്പിറസി തിയറി പറയുന്നത്. ഇനിയാണ് ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. ഒരു 2021-22 കാലഘട്ടം ഞാനൊരു ദിവസം ഉറങ്ങിക്കിടന്നപ്പം പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും ഞാനൊരു ടേബിളിൽ കിടക്കുകയാണ്. എൻ്റെ 2 സൈഡിലും ഒരു 3 അടി പൊക്കമുള്ള 2 ഏലിയൻസ് നിൽക്കുകയാണ്. ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കണ്ണുണ്ട്. ഓൾമോസ്റ്റ് TV-യിലൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ കണ്ണുള്ള ഏലിയൻസ്. ഇതിന് തീരെ പൊക്കമില്ല, ഇത്രയേ ഉള്ളൂ, കുഞ്ഞാണ്. അപ്പോൾ അത് രണ്ടും അവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു. ദേ വെർ ഡൂയിങ് സംതിങ്. അതായത് നമ്മൾ ഈ ഹോസ്പിറ്റൽ ടേബിളിലൊക്കെ നമ്മൾ കിടക്കത്തില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത്. അപ്പം ആ കൂട്ടത്തിൽ പൊക്കം ഉള്ള ഏതോ ഒരെണ്ണം എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഉടനെ ഞാൻ നിർത്തിയിട്ട് പോടോ, എന്നെ വെറുതെ വിടണടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എന്നോട് നോ എന്ന് പറഞ്ഞു. ഭയങ്കര. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പറയുന്ന അനുസരിച്ചിട്ട് നമ്മളോടൊരു മിനിമം മര്യാദ കാണിക്കണ്ടേ. എന്നോട് ചോദിക്കാതെ എന്നെ സ്പേസ് ഷിപ്പിൽ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് പോടോന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും മിനിമം എന്നെ വീട്ടിൽ വിടാനുള്ള ഒരു ഇത് കാണിക്കണ്ടേ. പക്ഷെ അതെൻ്റെ മുഖത്തൊക്കെ നോ എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറക്കം എണീറ്റപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു വിയേർഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം ഇത് ഭയങ്കര ഡ്രീമാണെങ്കിൽ ഭയങ്കര വിവിഡായിട്ടുള്ള ഒരു ഡ്രീമായിരുന്നു. അങ്ങനെ ഞാൻ കയറി യൂട്യൂബിലൊക്കെ അങ്ങ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് 1984 തൊട്ട് ഇങ്ങനെ കുറേ എക്സ്പീരിയൻസസ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോലത്തെ ബോറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നു. അവരെ വിളിച്ചിരുത്തി ഏലിയൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, നിങ്ങൾ ഭൂമി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മര്യാദയ്ക്കൊക്കെ നടക്കണം, ഈ മരങ്ങളൊന്നും ഇങ്ങനെ വെട്ടി ഇല്ലാതാക്കരുത്, നിങ്ങൾ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറിയോ, കുറേ വർഷം കഴിഞ്ഞാൽ ഭൂമിക്ക് അത് തരിച്ചു നിലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏലിയൻസ് കുറേ എന്തൊക്കെയോ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത്ര എൻ്റർടൈൻമെൻറ്റോ അവരോട് ചിലപ്പോൾ പിന്നെ എൻ്റെ ഒരു കയ്യിലിരിപ്പോൾ അതിനകത്തുണ്ട്. കാരണം ഒരു ഏലിയനെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഹായ് ബ്രോ സുഖമാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് ഒരു മര്യാദ എന്നെ ഇട്ടിട്ട് പോടോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ ഏലിയൻ അബ്ഡക്ഷനൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ആൾക്കാരെ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരുടെ DNA ഒക്കെ എടുത്ത് ഈ പറയുന്ന ഏലിയൻ്റെ DNA ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് ഹൈബ്രിഡ് കുട്ടികളെ ഉണ്ടാക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് ആ ഏലിയൻ ലോകത്തും താമസിക്കാൻ പറ്റും, നമ്മുടെ ഭൂമിയിലും വന്ന് താമസിക്കാൻ പറ്റും. അങ്ങനെ. അപ്പോൾ 2026 ഈ ഏലിയൻസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ പുറത്ത് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് എല്ലാ ഏലിയൻസും മോശക്കാരല്ല കേട്ടോ. അതായത് ഈ കുറേ ചൊറി പിടിച്ച ഏലിയൻസ് ഉണ്ടെങ്കിലും കുറേ നല്ല ഏലിയൻസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്.
അതിൽ ഈ പറയുന്ന നല്ല ഏലിയൻസ് നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാനും നമുക്ക് മൊത്തത്തിൽ നന്നാവാനും നമ്മളുടെ എവല്യൂഷനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ബോധമുള്ള ഏലിയൻസ് ഉണ്ട്. അവർ നമ്മൾ ഈ ഇങ്ങനെ പ്രകൃതി നശിപ്പിക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകണതിലൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല. നമ്മളെ സഹായിക്കാൻ ഈ കൂട്ടർക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞു വന്ന പോലെ എന്നെ അന്ന് ഇങ്ങനെ കൊണ്ടുപോയി, നിങ്ങൾക്കൊന്നും ഒരു വിലയില്ലെങ്കിലും 4 ജയിലും കുട്ടികളുടെ അമ്മയാണ് ഞാൻ. ഇതൊക്കെ ചുമ്മയാണ് കേട്ടോ, ഇതൊക്കെ കോൺസ്പിറസി തിയറീസാണ്. ഞാൻ വല്ല സ്വപ്നവും കണ്ടിട്ട് എണീറ്റായിരിക്കും വല്ല സിനിമയും കണ്ടിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കോൺസ്പിറസി തിയറീസ് ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഐ വിൽ ഷെയർ.